ഞങ്ങളുടെ ടോപ്പിക്കുകളെല്ലാം അല്പം ഓടായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ടോപ്പിക്കുകളായിരിക്കാം. ഇപ്പം ഞങ്ങൾ മാത്രമല്ല, കേരളത്തിലെ ഒട്ടുമിക്ക മാതാപിതാക്കളും അവരൊറ്റയ്ക്കാണ്. ഒത്തിരിയേറെ കൂട്ടുകാരുടെയും ഞങ്ങളുടെ ബന്ധുക്കാരുടെയും ഒക്കെ അപ്പനും അമ്മമാരും ഇവിടെ വന്നു പോകുന്നുണ്ട്. അപ്പനും അമ്മയ്ക്കും മക്കളെ രണ്ടുപേരെയും കൊടുത്തിട്ട് മക്കളെ രണ്ടും പറക്കുവാണ് ജോലി എന്നും പറഞ്ഞിട്ട്. ഇയാൾ അവസാനം ഈ മറ്റേ ഇറച്ചി മീറ്റ് ക്ലോവർ എന്ന് പറയും, ഇറച്ചി സെപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കത്തിയുണ്ട്. ആ കത്തി കൊണ്ട് മരുമോനെ കുത്തിക്കൊല്ലാൻ ശ്രമിക്കുന്നു. ഇത് ഓർക്കണം, നാട്ടിൽ നിന്ന് ഇവിടെ വിസിറ്റിന് വന്നൊരു അപ്പച്ചൻ്റെ കാര്യം ഈ പറയുന്നത്. നമുക്ക് ആഗ്രഹം ഉണ്ടായിട്ടല്ല, പക്ഷേ ഇപ്പം പണ്ട് ബുദ്ധനൊക്കെ പറഞ്ഞ മോഹമാണ് എല്ലാത്തിൻ്റെയും കാരണം എന്ന് പറയും. വാർദ്ധക്യമായി എന്നുള്ളത് മാതാപിതാക്കന്മാർക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഹലോ ഗൈസ്, ഇച്ചിക്ക് സ്വാഗതം. വീണ്ടും എൽസിയും ഫെലിക്സുമാണ്. ഞങ്ങളെ അറിയാൻ എടുത്തവർക്ക് വേണ്ടി പറയുന്നു, ഞങ്ങൾ UK സെറ്റിൽ ആയിരിക്കുന്നത്. ഞങ്ങൾ നാട്ടിൽ കോട്ടയം പിറവം ഏരിയയുള്ള ആൾക്കാരാണ്. ഇവിടെ ഞങ്ങൾ നേഴ്സുമാരായിട്ട് വർക്ക് ചെയ്യുന്നു. ഞങ്ങളുടെ ടോപ്പിക്കുകളെല്ലാം അല്പം ഓടായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ടോപ്പിക്കുകളായിരിക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഷയങ്ങളായിരിക്കില്ല, നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സൂചിപ്പിക്കുന്ന വിഷയങ്ങളൊന്നും ആയിരിക്കില്ല. പക്ഷേ ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ റിയാലിറ്റിയാണ്. ഞങ്ങൾ ഓരോരുത്തരും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രായമാകുന്ന മാതാപിതാക്കന്മാർ മുതൽ ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ വർക്ക് ലൈഫ് കൾച്ചറിനകത്ത് ഇംബാലൻസ് മുതൽ കുടുംബങ്ങൾ ശിഥിലമാകുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. പേരൻറ്റിംഗ് ഒക്കെ ഞങ്ങളുടെ നോർമൽ ടോപ്പിക്കുകളാണ്. ഇത്തരം സാധനങ്ങൾക്കകത്ത് പ്രത്യേകിച്ച് പ്രവാസിയായിട്ട് നിന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ കേൾക്കാൻ താല്പര്യമുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക. ഞങ്ങളുടെ പേരൻസ് അവരുടെ കൂടെ നിന്ന് അവരെ നോക്കാൻ പറ്റാത്തതിൻ്റെ നല്ല സങ്കടമുണ്ട്. പക്ഷേ ഇപ്പം ഞങ്ങൾ മാത്രമല്ല, കേരളത്തിലെ ഒട്ടുമിക്ക മാതാപിതാക്കളും അവരൊറ്റയ്ക്കാണ്. എങ്ങനെ നമുക്ക് അവരെ ഇവിടെ നിന്നുകൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന പോലെ അവരെ എഫക്റ്റീവായിട്ട് നമുക്ക് ദൂരെ നിന്നുകൊണ്ട് എങ്ങനെ നോക്കാൻ പറ്റും. കേരളം ഇന്ന് ഫേസ് ചെയ്തൊരു വലിയ പ്രോബ്ലമാണിത്. അതായത് പണ്ട് ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ആൾക്കാർ പറഞ്ഞുകൊണ്ടത് എൻ്റെ മോനങ്ങ് അമേരിക്കയിലും കാനഡയിലുള്ള മക്കളുടെ കാര്യം പറഞ്ഞ് പ്രൗഡാകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ പ്രായമാകുമ്പോഴാണ് അപ്പനും അമ്മയും മനസ്സിലാക്കുന്നത് കേരളത്തിൽ മക്കളുള്ള അപ്പനും അമ്മമാരും ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത്. അതായത് അന്ന് ഈ പറഞ്ഞ അമേരിക്കായി എന്ന് പറഞ്ഞ ആൾക്കാർ മരിക്കുന്നത് ഞാൻ കണ്ടു. ഞങ്ങളുടെയൊക്കെ ഗ്രാമങ്ങൾക്കകത്ത് അമേരിക്കായി മക്കളുള്ളവരും കാനഡായി മക്കളുള്ളവരൊക്കെ ഇതുപോലെ മരണം കഴിഞ്ഞ് പൊതിഞ്ഞ് ഐസ് കട്ടയായിട്ട് വെക്കുന്ന അപ്പനെയും അമ്മയും വന്ന് ഇതുപോലെ ഒരു തുണിയിട്ട് ഉമ്മ കൊടുത്തിട്ട് പോകുന്ന കാലത്ത് മാത്രം മക്കൾ വരുന്നൊരു കാലം ഞാൻ കണ്ട്. ഇന്ന് ഞങ്ങൾ ഇതുപോലെയാണ്, വെളിയിൽ സെറ്റിലായിരിക്കുന്ന മക്കൾ. ഞങ്ങളുടെ മാതാപിതാക്കന്മാർ നാട്ടിലൊറ്റയ്ക്കാണ്. ഇത് ഞങ്ങൾ ഈ ടോപ്പിക് എടുക്കാൻ കാര്യം, ഒത്തിരിയേറെ കൂട്ടുകാരുടെയും ഞങ്ങളുടെ ബന്ധുക്കാരുടെയും ഒക്കെ അപ്പനും അമ്മമാരും ഇവിടെ വന്നു പോകുന്നുണ്ട്. UK പോലത്തെ രാജ്യങ്ങൾക്കകത്ത് വന്ന് താമസിക്കാൻ വേണ്ടി ശ്രമിച്ചു. പലർക്കും ഇത് അവർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാൻ പറ്റുന്നില്ല. ഇവിടുത്തെ വർക്ക് ലൈഫ് അല്ലെങ്കിൽ ഇവിടുത്തെ നമ്മൾ ഈ ഓടിക്കൊണ്ടിരുന്ന ഓട്ടം അവർക്ക് മാനേജ് ചെയ്യാനോ മനസ്സിലാക്കാനോ പറ്റുന്നില്ല. അവർക്ക് ഈ ലൈഫിനോട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവർ വിചാരിക്കുന്ന ഒരു ലൈഫുണ്ട്, ലക്ഷറി ലൈഫ് എന്ന് അവർ മനസ്സിൽ കണക്കൂട്ടൊരു ലൈഫുണ്ട്. അതല്ല ഇവിടെ നടക്കുന്ന അവർക്ക് തോന്നുന്നു. ഇങ്ങനെ കുറേയേറെ പ്രശ്നങ്ങൾ വരുന്നത് തന്നെ ഹോളിഡേ എൻജോയ് ചെയ്യാൻ വേണ്ടി മക്കളുടെ കൂടെ വെളിയിൽ പോകാനും കറങ്ങാനൊക്കെ ആയിട്ടാണ്. പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് എക്സ്ട്രാ ജോലി ചെയ്യാൻ വേണ്ടി അപ്പനും അമ്മയ്ക്കും മക്കളെ രണ്ടുപേരെയും കൊടുത്തിട്ട് മക്കളെ രണ്ടും പറക്കുവാണ് ജോലി എന്നും പറഞ്ഞിട്ട്. അപ്പം അവരങ്ങ് വീട്ടിനകത്തായിട്ട് ഒറ്റപ്പെട്ട് പോവുകയാണ്. അവർക്ക് വർത്താനം പറയാനായിട്ട് അയൽവക്കക്കാരില്ല. അവർ നിരന്തരം ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ, അച്ഛനാണെങ്കിൽ ഒന്ന് വെളിയിലേക്കൊന്ന് ഇറങ്ങി ആ കവലയിൽ പോയിരിക്കുന്ന സ്വഭാവം അവർക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഇതെല്ലാം അവർ സാക്രിഫൈസ് ചെയ്യുവാണ്. പക്ഷെ അവരുടെ ലൈഫിലെ ഫുൾ ടൈമും നമുക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്ത് അവർ വളർത്തി ഇത്രയും വലുതാക്കി കഴിഞ്ഞപ്പോൾ അവർ ചിന്തിച്ചു, ഓക്കെ ഇനി മക്കള് നമ്മളെവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി അവർ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നു. അവർക്ക് വേണ്ടതാണ്. അവർ വിചാരിക്കുന്നത്, അവർ നാട്ടിലോട്ട് പറഞ്ഞിട്ട് വരുന്നത് ഞങ്ങൾ UK പോവാണ്, ഞങ്ങൾ കാനഡയ്ക്ക് പോവാണ്, ഞങ്ങൾ ഓസ്ട്രേലിയക്ക് പോവാണെന്ന് പറഞ്ഞിട്ട് വരുന്നത്. അവരുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് അവർ മക്കളോടെ വന്ന് ഹോളിഡേ നിൽക്കുന്നു. അപ്പം ഇവർ കാണുന്ന മക്കളങ്ങനെ, മക്കൾ നാട്ടിൽ വരുമ്പോൾ ലോകം മൊത്തം വണ്ടി എടുത്ത് ലോകം മൊത്തം കറങ്ങുന്നു, വെള്ളച്ചാട്ടം കാണാൻ പോകുന്നു, കടലിൽ കുളിക്കാൻ പോകുന്നു, ഇങ്ങനെ നടക്കുന്ന മക്കളെയാണ് അവർ കാണുന്നത്. അവരുടെ ഹോളിഡേക്ക് ഈ മക്കൾ നാട്ടിൽ ഹോളിഡേക്ക് വരുമ്പോൾ ഇവിടെ വരുമ്പം കാണുന്ന മക്കൾ അതല്ല. ഇവരങ്ങ് അമ്പരക്കാണ്. എന്താണ് ചെയ്യേണ്ടത് അവർക്ക് അറിയത്തില്ല. അവരെ ഉപദേശിക്കുന്നവർക്ക് പറ്റുന്നില്ല, കാര്യങ്ങൾ ചോദിച്ചു വാങ്ങിക്കുന്നവർക്ക് പറ്റുന്നില്ല, മക്കൾക്കടോട്ട് മനസ്സിലാകുന്നുമില്ല. ഒത്തിരിയേറെ മാതാപിതാക്കന്മാർ ഇവിടെ വന്ന് ഒരു തവണ വന്നു, 2 തവണയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ആൾക്കാർ പ്രാഗിയാണ് തിരിച്ചു പോകുന്നത്. അങ്ങനെ ഒത്തിരി മാതാപിതാക്കന്മാരോട് സംസാരിച്ചതിൻ്റെ ഒരു വെളിച്ചത്തെക്കൊണ്ടാണ് ഇങ്ങനൊരു ബ്ലോഗ് ഞങ്ങൾ ഇടാൻ കാര്യം. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ പലതും നിങ്ങളെ കുത്തി പറയുന്നതായിട്ട് തോന്നാം. മാതാപിതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പം അവരുടെ ഭാഗം റൈറ്റായിട്ട് തോന്നാം, നിങ്ങളുടെ ഭാഗവും റൈറ്റായിട്ടുള്ള കുറേ കാര്യങ്ങൾ തോന്നാം. ഇതിനകത്ത് മനുഷ്യർ പലതെന്ന് പറയുന്ന പോലെ മാതാപിതാക്കളിലും പലതരങ്ങൾ. ഇത് മക്കൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യാൻ കുഴപ്പമില്ല, ഏതറ്റം വരെ എനിക്ക് പോകുന്നതിന് കുഴപ്പമില്ല എന്നുള്ളവരും അവർ നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുവാണെന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കളും ഉണ്ട്. അപ്പം ഈ പലതരത്തിലുള്ള ഫ്രസ്ട്രേഷൻസ് ആണ്. മക്കളും അതുപോലെ തന്നെ. അതായത് മക്കളും ഒരുപാട് സ്നേഹം കാണിക്കാത്തവരുണ്ട്, ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ട് കാണിക്കുന്നവരുണ്ട്. അപ്പം ഇതിനകത്തൊരു ബാലൻസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഇത് പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്യത്തുള്ളൂ. പ്രത്യേകിച്ച് ഒരു ഡിസ്റ്റന്റ് ലൈഫായിട്ടുള്ള ഒരു പേരന്റിങ് ആണല്ലോ ഇപ്പം നമുക്ക്. അതായത് നമ്മുടെ അപ്പനും അമ്മയുടെയും വെച്ച് നോക്കുമ്പോൾ ഇതിനെ വെച്ചോണ്ട് ഇപ്പം ഞങ്ങളിതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഓർക്കും ഇതെന്തോ ഇത്രയും പറയാനായിരിക്കുന്നു. ഞങ്ങളൊരു ഉദാഹരണത്തെ തുടങ്ങാം.
ചെംസ്ഫോർഡ് എന്ന് പറയുന്ന ലണ്ടനോട് അടുത്ത് കിടക്കുന്ന ഒരു നഗരം, എസെക്സിനകത്ത് ഒരു നഗരമാണ്, ഒരു ചെറിയ ടൗൺഷിപ്പ്. അപ്പോൾ അവിടെ ഉണ്ടായ ഒരു സംഭവത്തെക്കുറിച്ചാണ് ഞങ്ങൾ ആദ്യം ഒന്ന് വിവരിക്കുന്നത്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രം പറയുകയാണ്. അധികം പേര് അറിഞ്ഞിട്ടില്ലാത്ത വാർത്തയാണ്. സംശയം ഉണ്ടെങ്കിൽ ഈ വാർത്ത ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. 2024 ആളുടെ പേര് നമ്മൾ ചാക്കോ എന്ന് വിളിക്കാം. ചാക്കോ എന്ന് വിളിക്കുന്നത് പുള്ളിക്ക് 71 വയസ്സ്. പുള്ളി മകളുടെ കൂട്ടത്തിൽ, ഇന്ത്യയിൽ നിന്ന് മകളുടെ തിരിഞ്ഞോട് വന്നതാണ്, മകളുടെ കൂട്ടത്തിൽ താമസിക്കാൻ വേണ്ടി വന്ന വരവാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ 6 മാസമാണ് വിസ അടിക്കുന്നത്. ഈ പുള്ളി വന്ന കാലം ഏതാണ്ട് വിൻ്ററിനോട് അടുത്തേണ്ട കാലഘട്ടമാണെന്നാണ് എൻ്റെ അറിവ്. ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് ഇത്രയേ ഉള്ളൂ. കാരണം അധികം ന്യൂസ് നിങ്ങൾക്ക് റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇങ്ങനെ ന്യൂസ് ഉണ്ട്. ഒന്നാമതേ പുള്ളിക്ക് ഈ മരുമോനുമായിട്ട് കട്ടക്കലിപ്പുണ്ട് പല വർഷങ്ങൾക്കകത്ത്. ഇയാൾ നേരത്തെ വേറൊരു ആലോചന മകൾക്ക് വേണ്ടി കൊണ്ടുവരാൻ ശ്രമിച്ചതായിരുന്നു. പക്ഷേ മകളത് നിരാകരിച്ചിട്ട് ഇയാളെ പ്രേമിച്ച് കിട്ടുകയാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. എനിവേ ഇവിടെ വന്ന് താമസം തുടങ്ങി. പുള്ളിക്ക് സ്വന്തമായിട്ട് റൂമൊക്കെ കൊടുത്തു. അവരിവിടെ വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഫാമിലിയാണ്. സാമ്പത്തികമായിട്ട് കുഴപ്പങ്ങളൊന്നും വളരെ സന്തോഷമായിട്ട് ജീവിക്കണം. കൊച്ചുമക്കളൊക്കെ ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞ് ഈ പുള്ളി നാട്ടിൽ വളരെ സമാധാനമായിട്ട് വളരെ ലാവിഷായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന മനുഷ്യ. കൂട്ടുകാരും ബന്ധുക്കാരും നാട്ടുകാരും ഒക്കെ ആയിട്ട് സെറ്റപ്പായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന മനുഷ്യ. പുള്ളി ഇവിടെ വന്ന് ചെംസ്ഫോർഡ് പോലത്തെ നഗരത്തിനകത്ത് താമസിക്കും. അതിന് അത്ര ലിമിറ്റേഷൻ എടുത്തിട്ടുണ്ട്. ലണ്ടൻ പഠിച്ചുമ്പോൾ ഇറങ്ങി അങ്ങ് നടന്നങ്ങ് പോയി സ്ഥലങ്ങൾ കണ്ട് വരുന്ന സ്ഥലമുള്ള സ്ഥലമല്ലത്. ഇച്ചിരി വാഹന സൗകര്യങ്ങൾ വേണം. അതായത് കാറും മറ്റുള്ള സൗകര്യങ്ങളും വേണം. നോർത്തിനകത്ത് അല്ലെങ്കിൽ ടൗൺഷിപ്പുകൾക്കകത്ത് അവിടെ കുഴപ്പം ഇതാണ്. നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടിനകത്ത് കയറിയിട്ട് ഞാൻ ഇവിടുന്ന് അരമണിക്കൂർ ദൂരയുടെ സ്ഥലം കണ്ടിട്ട് വരുന്നതൊന്നും പോസിബിൾ ആയിട്ടൊരു കാര്യമല്ല, പ്രത്യേകിച്ചും പ്രായമായവർക്ക്. ഈ പുള്ളിക്കാരൻ സ്വാഭാവികമായിട്ടും വന്ന് കുറച്ച് നാൾക്കുള്ളിൽ വീട്ടിലേക്ക് അങ്ങ് ഒതുങ്ങി. വീടിനകത്തുനിന്ന് ഇറങ്ങാൻ വയ്യാത്തൊരു സാഹചര്യം വന്നു. പിന്നെ ഈ മക്കളെ നോക്കുക. കാരണം വീട്ടിൽ ആരെങ്കിലും ഒന്നും ഉണ്ടായാൽ മതി. നിങ്ങൾക്ക് അറിയാൻ മേടത്തെ ആൾക്കാർ, അതായത് UK ജീവിത രീതി അറിയാൻ മേടത്തെ ആൾക്കാർക്ക് വേണ്ടി എന്ന് പറയാം. ഇവിടെ പിള്ളേർക്ക് 13 വയസ്സിന് താഴെയാണെങ്കിൽ അവരുടെ വീട്ടിൽ എപ്പോഴും ഒരാൾ കാണണം, ഒരു അഡൾട്ട് കാണണം നിർബന്ധമുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും അപ്പനോ അല്ലെ അമ്മയോ വന്ന് ഇവിടെ നിൽക്കുമ്പം മക്കളോട് ചിന്തിക്കുന്നത് നമ്മൾ അടുത്ത വീക്കെൻഡ് ഇവരെയും കൊണ്ട് വെളിയിൽ പോകാം, അല്ലെങ്കിൽ അതിനടുത്ത മാസം നമുക്ക് വലിയ ലോങ് ട്രിപ്പ് ഉണ്ട്, അതിപ്പോൾ ബാക്കിയുള്ള സമയത്ത് അവർ വീട്ടിലെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടല്ലോ. സ്വാഭാവികമായിട്ടും അപ്പനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ വീട്ടിലെ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് അവർ ശീലിച്ചിട്ടുള്ളത്. എനിവേ ഏതായാലും സംഭവിച്ചത് ഒരു അപ്രതീക്ഷിത സാഹചര്യത്തിൽ ഈ പുള്ളിക്കാരനും ഈ പിള്ളേരുകളും തമ്മിൽ, അതായത് മക്കളും മരുമോനും തമ്മിൽ ഒരു ആർഗ്യുമെൻ്റ് ഉണ്ടായി. ഇയാൾ അവസാനം ഈ മറ്റേ മീറ്റ് ക്ലോവർ എന്ന് പറയും, ഇറച്ചി സെപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കത്തിയുണ്ട്. ആ കത്തി കൊണ്ട് മരുമോനെ കുത്തിക്കൊല്ലാൻ ശ്രമിക്കുന്നു. അത് തലയിൽ പൊട്ടല്. അത് കുഞ്ഞ് കയ്യിലിരിക്കുന്നുണ്ട് മരുമോന്റെ. അതായത് പേരക്കുട്ടി കയ്യിലിരിക്കുവാണ്, മോന്റെ 3 വയസ്സുള്ള മോൾക്കൊപ്പം അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന സംഭവമാണ്. ഇത് വലിയ ട്രോമയായി. പുള്ളിക്കാരനെ 8 വർഷത്തെ തടവിന് ശിക്ഷിക്കുകയാണ് സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് എന്നാ ഉണ്ടായതെന്നുള്ളത് എനിക്കറിയത്തില്ല. കാരണം പുള്ളി ഓൾറെഡി വിസിറ്റിംഗ് വിസ നിൽക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ തടവിന് ശിക്ഷിച്ച് പുള്ളി ഡീപ്പോർട്ട് ചെയ്തോ അത് കഴിഞ്ഞ് എന്നാ ഉണ്ടായി എന്നൊന്നും എനിക്ക് ബാക്കിയുള്ളത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇത് ഓർക്കണം, നാട്ടിൽ നിന്ന് ഇവിടെ വിസിറ്റിന് വന്ന ഒരു അപ്പച്ചൻ്റെ കാര്യം ഈ പറയുന്നത്. എന്തുകൊണ്ട് ഇത് ഉണ്ടായി എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഇതാണ് ഞാൻ ഇത്തവണ പറയാൻ ശ്രമിക്കുന്ന ടോപ്പിക്ക്. ഞങ്ങളുടെ 2 പേരുടെയുള്ള കൺസെപ്റ്റിനകത്ത്, കാരണം എൽസയ്ക്കാണ് ഇത് ഏറ്റവും കൂടുതൽ കൺസേൺ ആയിരിക്കുന്നത്. അവളുടെ അമ്മ നാട്ടിൽ ഒറ്റയ്ക്കാണ്. അപ്പം മമ്മിയുടെ കേസ് കിട്ടുന്നതിനകത്ത് എൽസ എന്നും പറയിടാണ്. അവർക്ക് താല്പര്യമുണ്ട് നാട്ടിൽ പോയി മമ്മിയെ നോക്കിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ ഇവിടെ എടുക്കുന്ന കമ്മിറ്റ്മെൻറ്റുകളുടെ ഒരു കുഴപ്പമാണിത്. നമ്മൾ വീട് വാങ്ങിക്കുന്നു, വണ്ടി വാങ്ങിക്കുന്നു, ലോൺ എടുക്കുന്നു, മറ്റേത് ചെയ്യുന്നു, മറിച്ചത് ചെയ്യുന്നു. ഇതെല്ലാം അവൈലബിൾ ആണ് ഇവിടെ. ജീവിക്കുന്നത് നമ്മുടെ പിള്ളേർക്ക് വേണ്ടി, നമുക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ പുതിയ അസറ്റുകൾ ചെയ്യും, അതിൻ്റെ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടാക്കും, അതിൻ്റെ വേണ്ടി ലോണുകൾ എടുക്കും. ഇതെല്ലാം മാനേജ് ചെയ്ത് ഇവിടെ വെച്ചേച്ചും 6 മാസം ഞാൻ ഈ ലോൺ അടയ്ക്കുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ബാങ്കിനോട് പറഞ്ഞിട്ട് വീട്ടിൽ പോകാൻ പറ്റുമോ? ഇങ്ങനെയാണ് ഇവിടെയുള്ള വർക്കിംഗ് ക്ലാസ് ഇവിടെ കുടുങ്ങിപ്പോകുന്നത്. നമുക്ക് ആഗ്രഹം ഉണ്ടായിട്ടല്ല. പക്ഷേ ഇപ്പം പണ്ട് ബുദ്ധനൊക്കെ പറഞ്ഞ മോഹമാണ് എല്ലാത്തിൻ്റെയും കാരണം എന്ന് പറയും. മോഹങ്ങൾ തന്നെയാണ് കാരണം. ഇവിടെ വന്നിട്ട് നിങ്ങൾ വാങ്ങിച്ച് കൂട്ടുന്ന സാധനങ്ങളാണ് നിങ്ങളിവിടെ ലോക്ക് ചെയ്യുന്നത്. ഒരു സാധനവും വാങ്ങിക്കാത്ത ഇംഗ്ലീഷുകാരുണ്ട്, ഒരു വീട് പോലും വാങ്ങിക്കാതെ ജീവിക്കുന്ന ഇംഗ്ലീഷുകാരുണ്ട്. വളരെ ഹാപ്പിയായിട്ട് നാളെ രാവിലെ അവൻ പറയുന്നു എനിക്കിവിടെ മടുത്തു, ഇവിടുത്തെ ജീവിതച്ചെലവ് കൂടുതലാണ്, ഞാൻ നോർത്തിന് പോകുന്നു. അവരങ്ങ് പോയി. അവനും എൻ്റെ പിള്ളേരോട് വീട് വാടകയ്ക്ക് എടുത്ത് അവരങ്ങനെ നോർത്തിന് പോയി. അപ്പോൾ നമ്മളൊക്കെ ഇവനൊക്കെ മണ്ടൻ, നമ്മളൊക്കെ വലിയ മിടുക്കന്മാർ നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ വീട് വാങ്ങിച്ചു, അസറ്റുകൾ വാങ്ങിച്ചു, ഇത്ര കോടിയുടെ സ്വത്ത് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഒരു 70 വയസ്സിൽ 75 വയസ്സായി നിങ്ങൾക്കൊരു ഡിമെൻഷ്യ പിടിക്കുമോ, അല്ലെങ്കിൽ നിങ്ങളെ നോക്കാൻ വയ്യാത്തൊരു കാര്യം വരുമോ ചെയ്യുമ്പം ഇവിടുത്തെ ഗവൺമെൻറ് ഉത്തരവാദിത്തമാണ് നിങ്ങളെ നോക്കുക എന്നുള്ളത്. അന്ന് ഗവൺമെൻറ് നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങൾ അവരുടെ അസസ്മെൻറ്റ് ടീം നിങ്ങളെ അസസ് ചെയ്യുന്നത് നിങ്ങൾക്ക് 23,000 പൗണ്ടിന് താഴെയാണോ നിങ്ങളുടെ കയ്യിലുള്ള അസറ്റിൻ്റെ വാല്യൂ. 23,000 പൗണ്ട് 23 ലക്ഷം 24 ലക്ഷം രൂപ. അങ്ങനെ ആ ഒരു പർട്ടിക്കുലർ ലിമിറ്റിന് താഴെയാണ് നിങ്ങളുടെ കയ്യിലുള്ള അസറ്റിൻ്റെ വാല്യൂ എങ്കിൽ പിന്നെ ഗവൺമെൻറ് ഉത്തരവാദിത്തമാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള കെയർ പ്രൊവൈഡ് ചെയ്യുകയും നിങ്ങൾക്ക് വേണ്ടി പേ ചെയ്യുകയും ചെയ്യുന്നത് ഗവൺമെൻറ് ഉത്തരവാദിത്തമാണ്. ഏതെങ്കിലും മലയാളിക്ക് 24 ലക്ഷത്തിൽ താഴെയുള്ള അസറ്റുള്ളൊരു മലയാളിയെ കാണിച്ചിട്ടാവും ഉണ്ടാകത്തില്ല. കാരണം വാങ്ങിച്ച് കൂട്ടിക്കൊണ്ടിരിക്കല്ലേ. വണ്ടിക്കുണ്ട് 5, 8, 10 ലക്ഷം രൂപ. 2 വണ്ടിയില്ലാത്ത വീടുകൾ, മിക്കവാറും വീടുകൾ വളരെ കുറവാണ്. ഒരുമാതിരിപ്പെട്ട നല്ല രീതിയിൽ ജീവിക്കുന്ന ഫാമിലികളിലെല്ലാം ഒരു വീട് വാങ്ങിക്കുന്നത് കാണും 2.5 ലക്ഷം രൂപ, 2.5 കോടി രൂപ, 3 കോടി രൂപയുടെ വീട് കാണും. പൗണ്ടല്ല, കോടിയിലാണ് പറഞ്ഞത്. ഇതെല്ലാം വിറ്റൊഴിവാക്കിയാൽ മാത്രമല്ലേ ഉള്ളൂ ഗവൺമെൻറ് നമ്മളെ നോക്കത്തുള്ളൂ. വിറ്റൊഴിവാക്കുന്നില്ലെങ്കിൽ ഗവൺമെൻറ് പറയുന്നത് നിങ്ങളുടെ ഈ അസറ്റ് ഉണ്ടല്ലോ അത് വിറ്റിട്ട് നിങ്ങളുടെ പേയ്മെൻറ്റ് കൊടുത്തോ, നിങ്ങൾ കെയർ ഹോമിൽ കിടക്കുമോ, നിങ്ങൾക്ക് വയ്യാഴിയാവോ,
ഇപ്പം ഇവിടെ ഞാൻ നിൽക്കുന്നു, എനിക്ക് നാളെ വയ്യാഴി ആകുന്നൊരു കാലം വന്നു. കാലം വരുമ്പോൾ ഇവളോട് ചോദിക്കുന്നത്, അത് ഈ നിങ്ങൾ രണ്ടുപേരുടെ കുട്ടികളുടെ ജോയിൻറ്റ് പ്രോപ്പർട്ടിയുടെ ഒരു വീട് കിടക്കുന്നത്, അതിനയാൾക്ക് പകുതി അവകാശമുണ്ടല്ലോ, അത് വെച്ച് ഇയാളെ നോക്കണം. അല്ലാതെ ഗവൺമെൻറ് ഇവിടെ സപ്പോർട്ട് ചെയ്യില്ല. ആ പൈസ തീർന്നു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഈ ലിമിറ്റിന് താഴെ വന്നു കഴിയുമ്പോഴത്തേക്കും സോഷ്യൽ സർവീസുകാരെ ഇടപെട്ട് അവരൊരു കെയർ ഹോം കണ്ടുപിടിക്കും. ഇതാണ് ഇവിടുത്തെ ഒരു നോർമൽ വാർദ്ധക്യത്തിന്റെ ഇവിടുത്തെ ഒരു കൺസെപ്റ്റ്. ഈ മക്കൾക്ക് വേണ്ടിയോ നമ്മുടെ നാട്ടിലെ പോലെ അസറ്റുകൾ കൂട്ടി വെച്ചിട്ട് മക്കൾക്ക് കൊടുക്കുന്ന ഒരു പരിപാടി ഇവിടെ ഇല്ല. ഇതുകൊണ്ടാണ് ഇംഗ്ലീഷുകാരൻ, അതായത് ഇവിടുത്തെ ലോക്കൽ പീപ്പിൾ ചിന്തിക്കുന്നത്, എന്തിന് ഞങ്ങളിത് ചുമക്കണം, എന്തിനീ അധിക ഭാരം ഞങ്ങൾ ചുമക്കണം. ഒരു മോർഗേജ് തലയിലുണ്ടെങ്കിൽ നമുക്ക് ഒരിടത്തോട്ടും ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല. എന്നും ഈ അടവിന് വേണ്ടി നമ്മൾ ജീവിക്കണം. കൂടുതൽ പൈസ ചിലവ് കൂടിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഈ ചിലവുകൾ മാനേജ് ചെയ്യാൻ വേണ്ടി ജീവിക്കേണ്ടി വരാതിരിക്കാനാണ് അവർ ഈ പറഞ്ഞ പോലെ അസറ്റുകൾ സ്വന്തമാക്കാതെ ഇങ്ങനെ ട്രാവൽ ചെയ്ത് ജീവിക്കുന്നത്. ഇതിന്റെ വേറൊരു മറുഭാഗമുണ്ട്. ഇപ്പം നമ്മളൊരു വാടകയ്ക്ക് ഒരു വീടെടുത്താലും നമ്മൾ ഈ മോർഗേജ് അടയ്ക്കുന്ന സെയിം തുക കൊടുക്കണം. അതുകൊണ്ടാണ് മിക്ക ആൾക്കാരും നമ്മൾ ചിന്തിക്കുന്നത്, വെറുതെ എന്തിനാ വല്ലവന്റെ മോർഗേജ് അടയ്ക്കുന്നത്, വല്ലോന്റെ മോർഗേജ് അടയ്ക്കുന്നത്, കടലിൽ പൈസ കളയണ പോലെ. അപ്പൊ നമുക്കൊരു വീട് ആ സമയം കൊണ്ട് കിട്ടൂലേ എന്നുള്ളതാണ് നമ്മൾ ഈ ഇതൊക്കെ എടുത്തു വെക്കുന്നത്, തലയിലേക്ക് എടുത്തു വെക്കുന്നത്. പക്ഷെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. നമുക്ക് ഒരു മാസം പോലും ഇത് മുടക്കാൻ പറ്റത്തില്ല. ഈ അടവ് മുടക്കാൻ പറ്റത്തില്ല. 3 മാസം മുടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവര് വീട് തിരിച്ചവര് ഗവൺമെന്റ് എടുത്തോണ്ട് പോകും. അതിനാണ് നമ്മൾ ഇൻഷുറൻസ് എടുത്ത് വെക്കുന്നത്. വീണ്ടും പലരും പറയുന്നുണ്ട് മോർഗേജ് എടുക്കുന്നവർക്ക് മാത്രം ഇൻഷുറൻസ് എടുത്താൽ പോരെന്ന്. പക്ഷെ ഇതാണ് റീസൺ. മോർഗേജ് എടുക്കുന്നതിന് മാത്രമല്ല ഇവിടെ ഇൻഷുറൻസ്. ഒരു അപകടം പറ്റിയോ, ഒരു വിഷമം പറ്റിയോ, നിങ്ങളുടെ കിടപ്പായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സപ്പോർട്ടുമായിട്ട് ഒരു ഗവൺമെൻറ് ഏജൻസി വരത്തില്ല. നിങ്ങൾക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇൻഷുറൻസിൻ്റെ കവറേജ് വേണം. അതുപോലെ ഞങ്ങൾ എപ്പോഴും പറഞ്ഞ വാചകങ്ങളാണ്. ഞങ്ങളുടെ പല വ്ലോഗുകളും നേരത്തെ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് ബില്ല് എഴുതണം, വിൽപ്പത്രങ്ങൾ എഴുതേണ്ട ആവശ്യകത എന്തുവാണ്. കാണാത്തവർക്ക് വേണ്ടി ഞങ്ങൾ ഈ ലിങ്ക് മുകളിൽ കൊടുക്കാം. മസ്റ്റായിട്ടും വിൽപ്പത്രം എഴുതുന്ന ആ വീഡിയോ നിങ്ങളൊന്ന് കാണണം. കാരണം ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞങ്ങൾ കാണുകയാണ് മലയാളികളെ, അവർക്ക് അറിയത്തില്ലായിരുന്നു അത്രേ, ആരും അവരോട് പറഞ്ഞിട്ടില്ലായിരുന്നു ബില്ല് എഴുതണമെന്ന്. മലയാളികൾ കാണുന്നതുകൊണ്ട് വീണ്ടും പറയുന്നു, ഈ ബില്ലിനെ കുറിച്ച് ഞങ്ങൾ ചെയ്ത വീഡിയോ ഒന്നുകൂടെ കാണുക പ്ലീസ്. ഇനി നാട്ടിലെ വാർദ്ധക്യം, ഇതിൽ 2 വേർഷൻസ് ഉണ്ട്. ഒന്ന് മക്കളെന്നുള്ളതിൻ്റെ നമ്മുടെ വ്യൂ, നമ്മളെങ്ങനെയാണ് ഈ വാർദ്ധക്യത്തെ കാണുന്നത്. 2 അവരുടെ വ്യൂ, വാർദ്ധക്യമായി എന്നുള്ളത് മാതാപിതാക്കന്മാർക്ക് മനസ്സിലാകുന്നുണ്ടോ ഇല്ലെന്നുള്ള രണ്ടാമത്തെ കാര്യം. ഇങ്ങനെ 2 വ്യൂ എന്നുകൊണ്ട് വേണം വാർദ്ധക്യം എന്നുള്ള വസ്തുത നിങ്ങൾ കേൾക്കാൻ. അല്ല, ഈ വിരോധാഭാസം എന്നാന്ന് വെച്ചാൽ മാതാപിതാക്കൾക്ക് 87 വയസ്സാകുമ്പോൾ നമുക്കും പ്രായമാവുമല്ലേ, നമുക്കും ഒരു 67-70 വയസ്സാവത്തില്ല. അല്ലെങ്കിൽ അതാണ് ഇവിടുത്തെ ഏറ്റവും 90 വയസ്സുള്ള അമ്മച്ചിയുടെ മോക്ക് അല്ലെങ്കിൽ മോന് 70 വയസ്സുണ്ട്. അത് സ്വാഭാവികമാണ്. അത് 2 വാർദ്ധക്യല്ലേ. ഈ 70 വയസ്സുള്ള ഒരാളെങ്ങനെ 90 വയസ്സുള്ള കിടപ്പ് രോഗിയായിട്ടുള്ള അമ്മേനെ നോക്കുന്നു. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും കെയർ ഹോം എന്ന് പറഞ്ഞൊരു ടാബുവാണ്. അതുപോലെ എന്തുമാത്രം ആത്മഹത്യകൾ ഇങ്ങനെ പ്രായമായി കിടക്കുന്ന അമ്മമാരെ കൊന്നിട്ട് മക്കൾ ആത്മഹത്യ ചെയ്യുന്നു. കാരണം വേറെ ഭാര്യമാര് പിരിഞ്ഞു പോകുന്നു. ഇത്രയും പ്രായം പത്രം വായിക്കുന്ന ഒരാളാണെങ്കിൽ ഇവിടെ പറഞ്ഞതിന്റെ റിയാലിറ്റി മനസ്സിലായി. ഞങ്ങൾ ഇതിനകത്ത് വളരെ സീരിയസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ ഈ സംഭവം എടുത്തെടുത്ത് പറയുന്നത് ഇത്ര മാത്രം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. നമ്മുടെ കേരളം മാത്രമല്ല, ഒരുമാതിരിപ്പെട്ട എല്ലാ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്കകത്ത് നടക്കുന്നുണ്ട്. ഒത്തിരിയേറെ ആൾക്കാർക്ക്, കാരണം ഈ അമ്മമാരെന്ന് പറഞ്ഞ ആൾക്കാർ, നമ്മൾ കല്യാണം കഴിച്ച ഒരാളുടെ കൊടുത്ത് ജീവൻ തുടങ്ങി, 2 മക്കളുണ്ടായി, 3 മക്കളുണ്ടായി, അവരെല്ലാം സെറ്റിലായി വേറെ അടുത്ത് ജീവിച്ചു. ഇത്രയും കാലം പട്ടിപ്പണിയെടുത്ത് കഷ്ടപ്പെട്ട് ചുരുങ്ങി പിടിച്ച് ജീവിച്ച് ഇനി ഈ മക്കളൊക്കെ വെളിയിൽ പോയി സെറ്റിലായി. അപ്പന്മാരെക്കാട്ടിലും കൂടുതൽ അമ്മമാരാണ് ആദ്യം ചിന്തിക്കുന്നത്, എനിക്ക് എൻ്റെ മകൻ്റെ കൂട്ടത്തിൽ കുറച്ചാൾ സ്വസ്ഥമായിട്ട് ജീവിക്കണം, എനിക്ക് മടുത്ത് ഇവിടുത്തെ ദോശ ഉണ്ടാക്കി ചട്നി ഉണ്ടാക്കിയുള്ള ജീവിതം. ഈ അമ്മമാർക്ക് മക്കളെ കൊടുത്ത് ജീവിക്കാൻ പോകണം. എപ്പോഴും പോസിബിൾ അല്ല. ഈ ഭർത്താവിനെ നോക്കണ്ടേ, ഈ ഭർത്താവ് ഇവിടെ കിടക്കുമല്ലേ. നമ്മുടെ നാടിൻ്റെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണത്. ഭർത്താവ് ഇല്ലാതെ ഞാൻ എങ്ങനെ പോകും, ഭർത്താവിനെ എങ്ങനെ ഇട്ടേച്ച് പോകും. ഇത് പതുക്കെ കുഞ്ഞു പൊട്ടത്തിനടുത്ത് ഭർത്താവിന് വയ്യായികയുണ്ട്, ഭർത്താവിൻ്റെ മാതാപിതാക്കൾക്ക് വയ്യായികയുണ്ട്, പിന്നെയും അവർ ലോക്ക്ഡ് ആവുകയാണ് വീട്ടിനകത്ത്. അങ്ങനെയുള്ള ഇതാണ് ഇവിടെ ഈ പറയുന്നത്. വളരെ ലേറ്റ് ആയിട്ടുള്ള, അതായത് ഡിവോഴ്സൊന്നും നിങ്ങൾ കേൾക്കത്തില്ല. ഈ വാചകങ്ങൾക്ക് ഡിവോഴ്സ് എന്നാലും പറയത്തില്ല. അത് ഡിവോഴ്സ് അല്ല, അങ്ങനെ ഡിവോഴ്സായിട്ട് ആൾക്കാർ പോകുന്നില്ല. പക്ഷെ നിങ്ങൾ ഇത്തരം ഫാമിലികളെ നാട്ടിൽ ഇഷ്ടം പോലെ കാണും. ചായക്കട രാവിലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുന്ന അപ്പച്ചനെ 19 വയസ്സുണ്ട്. അപ്പോൾ പുള്ളിയുടെ കെട്ടിയോളം എന്ത് ചെയ്യും, കെട്ടിയോളം മോൾക്ക് പ്രസവം എടുക്കാൻ വേണ്ടി അയർലൻഡിലും UK അമേരിക്കയ്ക്കും പോയിരിക്കുക. പക്ഷേ മാസങ്ങളായിട്ട് ഇവർ തിരിച്ചു വരുന്നില്ല. എന്തുകൊണ്ടാണ്? അവർക്ക് തിരിച്ചു വരണ്ട, അവർക്ക് മടുത്തി ജീവിതം. അവർ സ്വസ്ഥമായിട്ട് അവരുടെ അടുത്ത് ജീവിക്കാൻ ശ്രമിക്കുകയാണ്. അവരുടെ സ്വസ്ഥമായിട്ടുള്ള ജീവിതം, റിട്ടയർമെൻറ്റ് ലൈഫിൽ അവർ കാണുന്ന മക്കളുടെ കൂടെ ജീവിക്കുന്ന അവർക്ക് സന്തോഷം, അവർ ജീവിക്കാൻ ശ്രമിക്കുകയാണ്. ഈ അപ്പനെ അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല, എൻ്റെ അപ്പനെ കൊണ്ടുപോകാൻ അവിടെ താല്പര്യപ്പെടുന്നില്ല. അപ്പനെ കൊണ്ട് ഈ പറഞ്ഞ യൂസ് ഒന്നും അവിടെ ഇല്ല. പറയുന്നതിൻ്റെ യാഥാർത്ഥ്യം കേൾക്കണം. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി കൈപ്പുള്ളതായിട്ട് തോന്നും, പക്ഷേ ഇതാണ് റിയാലിറ്റി. അമ്മ കൊച്ചിനെ നോക്കുന്ന പോലെ, തുണി കഴുകുന്ന പോലെ, വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്ന പോലെ അപ്പന്മാർ നോക്കില്ല. അതുകൊണ്ട് അപ്പന്മാരെ ആരും കൊണ്ടുപോകില്ല. ഈ ആൾക്ക് ഇവിടെ വന്നാൽ നിൽക്കണം, അങ്ങനെ കൂടെ കേട്ടു നോക്കി. പുള്ളി ഇത്രയും കാലം പുള്ളിയുടെ കൂട്ടുകാരും പുള്ളിയുടെ പ്രാർത്ഥനയും പുള്ളിയുടെ ആൾക്കാരും ഇവിടെ ലോകം മൊത്തം നടന്ന മനുഷ്യനാണ്. പുള്ളി ഇവിടെ വന്നു, ഇവിടെ ഈ രാവിലെ പിള്ളേരെ കൊണ്ട് സ്കൂളിൽ വിടുന്നു, ഞങ്ങൾ അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി, വൈകുന്നേരം വരുമ്പോൾ ചിലപ്പോൾ വെളിയിൽ നിന്ന് കഴിക്കാൻ പോയി, വീട്ടിൽ തിരിച്ചു വന്നു, കുറച്ചു നേരം TV കണ്ട് കിടന്നു. ഇതാണ് ഇവിടുത്തെ നോർമൽ ലൈഫ്. അല്ലെ, ആണുങ്ങൾക്ക് ഒറ്റയ്ക്ക് വന്ന് നിൽക്കാനേ പറ്റത്തില്ല. അല്ലെങ്കിൽ അവരുടെ ഭാര്യമാരുടെ കൂടെ 2 പേരുമായിട്ട് വരണം. അല്ലാതെ ഒറ്റയ്ക്ക് ആണുങ്ങളെ കൊണ്ടുവന്ന് ആ നാടിന്റെ കുഴപ്പമാണ്, ആ വർക്ക് കൾച്ചറിന്റെ, അവിടുത്തെ ഫാമിലി കൾച്ചറിന്റെ കുഴപ്പമാണ്.
ഐ നീഡ് സംബഡി ടു, ഞാനാണ് രാജാവ്, എന്നെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി വേറെ ആരാണ്ട് വേണം. അതുകൊണ്ടാണ് ഇവിടെ വരുന്ന ആദ്യത്തെ തുടക്കകാലത്ത് ഇവിടുത്തെ യങ് ഫാമിലീസിനകത്ത് ഇത്രയും പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരുന്നത്. കാരണം അവർ കണ്ടുകൊണ്ടിരുന്ന ഫാമിലി കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഭാര്യ ജോലിക്ക് പോവോ പണിയെടുക്കുകയോ എന്ത് തേങ്ങ വേണം കാണിച്ചു. പക്ഷേ വീട്ടിൽ വന്നിട്ട് എനിക്ക് ചായ ഉണ്ടാക്കി തരികയും ഫുഡ് ഉണ്ടാക്കി തരികയും വീട്ടിലെ പിള്ളേരുടെ കാര്യം നോക്കുകയും ചെയ്യണം. ഞാനിങ്ങനെ ടിവിയുടെ മുമ്പിൽ മലർന്നിരുന്ന് ന്യൂസ് ചാനൽ കാണും. ഈ കൺസെപ്റ്റ് കൊണ്ട് ഇവിടെ വന്ന ആൾക്കാർ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ കോവിഡ് കഴിഞ്ഞ് വന്ന ഫാമിലികൾക്കകത്ത് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു ഈ ഒരു സംഭവം കാരണം. പിന്നെ ഈ പിള്ളേരുകളെല്ലാം അഡാപ്റ്റായി. ഞങ്ങളൊക്കെ ഇങ്ങനെ അഡാപ്റ്റ് ആയ ആൾക്കാർ. ഇപ്പോൾ എനിക്കിപ്പോഴും കുക്ക് ചെയ്യാൻ അറിയത്തില്ല. ഇപ്പോഴും ഇവിടെ തന്നെ വഴക്ക് പിടിക്കുന്ന സാധനമാണ്. നിങ്ങൾക്ക് അതുകൊണ്ട് ഒന്ന് പഠിച്ചുകൂടെ? സത്യമാണ്. കാരണം ഞാൻ ക്ലീനിങ് ചെയ്യുന്നുണ്ട്, മറ്റുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാം. പക്ഷേ കുക്ക് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് പഠിക്കാൻ വയ്യാത്ത സാധനമാണത് അല്ല. എനിക്ക് വേണേൽ പഠിക്കാം. പക്ഷേ ഇതുവരെ എനിക്ക് ധൈര്യമില്ല, കുക്കിംഗ് ചെയ്യാൻ വേണ്ടി ധൈര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എത്രയോ വർഷം ഒറ്റയ്ക്ക് ജീവിച്ച മനുഷ്യൻ. എനിക്ക് കുക്കിംഗ് വേണേൽ പഠിക്കാം, അത് ചെയ്യാം. ഇത് ചെയ്യുന്ന ഫാമിലീസ് മിക്കവാറും എല്ലാ ഫാമിലികൾക്കകത്ത് ഇപ്പോൾ ആണുങ്ങൾ കുക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഗുണം ഭയങ്കരമാണ്. എല്ലാം മാറുന്ന സാഹചര്യമാണ്. എല്ലാം അതിനോട് അഡാപ്റ്റ് ചെയ്യാന്നൊക്കെ ഉള്ളൂ. അല്ലാതെ ഞാൻ നാട്ടിൽ എൻ്റെ അപ്പനും അമ്മയും വളർന്നത് ഞാൻ കണ്ടത് ഇങ്ങനെ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ജീവിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഒത്തിരി കുടുംബങ്ങൾ ചെതറി പോകുന്നതിൻ്റെ ഒരു കാരണം ഇതാണ്. കാരണം വീട്ടിലും പണി, വർക്ക് പ്ലേസിലും പണിയോട് പണി. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞ പെണ്ണുങ്ങൾക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇവർക്ക് കൂട്ടുകാരുണ്ടാകുകയും ഇവർക്ക് സ്ഥലങ്ങൾ പുതിയ ആൾക്കാരെ കാണുകയും ചെയ്യുമ്പോൾ അവർ ചിന്തിക്കണം, ഇവരൊക്കെ എന്ത് സമാധാനമായിട്ട് ജീവിക്കുന്നു, ഞാനെന്തിനും ഈ പട്ടിപ്പണി എടുത്ത് ജീവിക്കണം എന്ന് ചിന്തിക്കുന്ന കൺസെപ്റ്റ് പെൺപിള്ളേർക്കിടെ കൂടി വരികയാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എന്നോട് കമൻറ്റിൽ ഞാൻ പേര് മറന്നുപോയി, എടുത്തു പറഞ്ഞു ഈ പെണ്ണുങ്ങൾ എന്ന് പറയരുതെന്ന്. ഞാൻ ബഹുമാനക്കുറവ് കൊണ്ടല്ല ഈ പെണ്ണുങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ ജെൻഡർ ക്ലാസിൻ്റെ ഭാഗമായിട്ടാണ് ഈ പെണ്ണുങ്ങൾ പറഞ്ഞത്. ആണുങ്ങളിലും പെണ്ണുങ്ങളിലും പറയുന്നതേ ഉള്ളൂ, അല്ലാതെ ബഹുമാനക്കുറവ് കാണിക്കുന്നതല്ല പെണ്ണുങ്ങൾ എന്നുള്ളത് കേട്ടോ. പിന്നെ ഈ പ്രായമായ മാതാപിതാക്കളെ കുറിച്ചാണല്ലോ നമ്മൾ പറയാൻ തുടങ്ങിയത്. ഈ മാതാപിതാക്കൾ പ്രായമായി കഴിയുമ്പോൾ ഇവർക്ക് കുഞ്ഞുങ്ങളുടെ സ്വഭാവമാണ്, ഭയങ്കര സ്റ്റബോണായിട്ട് വരും. മക്കള് ഇവരെ ഇല്ലാത്തത് അവരോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ കുറ്റമാണ്, അല്ലെങ്കിൽ അവരെ ഒറ്റപ്പെടുത്തുന്നത് നമ്മളെന്തോ മനഃപൂർവ്വം ചെയ്തതാണ്. ആ രീതിയിൽ അവരുടെ ചിന്തകൾ അങ്ങനെ അങ്ങ് വഴിമാറിപ്പോകും. അത് യു ആർ നോട്ട് സപ്പോസ് ടു ഡു ദാറ്റ്. നിങ്ങൾ അത് ഞങ്ങളോട് ചെയ്യരുതായിരുന്നു, അതൊരു കുറ്റമാണ് അല്ലേ? നിങ്ങൾക്കും അങ്ങനെ തന്നെയല്ലേ ഉത്തരങ്ങൾ കിട്ടിയിട്ടുള്ളത്. അല്ലാതെ ഏതൊരു അപ്പനന്മാർ പറയാം, മക്കളെ നിങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കണം, ഒന്നുകൊണ്ട് പേടിക്കണം, നിങ്ങൾ എവിടെ വേണേലും പൊക്കോ, എന്ത് വേണേലും കാണിച്ചു എന്ന് പറയുന്ന മാതാപിതാക്കന്മാർ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഒക്കെ കുറച്ചുകൂടെ കൂടി വരുന്നുണ്ട് കേട്ടോ. എന്നാലും ഭൂരിഭാഗം മാതാപിതാക്കന്മാർ ചിന്തിക്കുന്നത് ഇറ്റ് വാസ് എൻ ഇൻവെസ്റ്റ്മെന്റ്. നിങ്ങളെ ഞങ്ങൾ വളർത്തി വലുതാക്കിയത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. 60s 70s മാതാപിതാക്കൾ ഒന്നും ഇപ്പോഴും മാറിയിട്ടില്ല. അവരിപ്പോഴും പഴയ ഓർത്തഡോക്സ് ആയിട്ടാണ് ചിന്തിക്കുന്നത്. അവർക്ക് മനസ്സിലായിട്ടില്ല, ലോകം മാറിപ്പോയി എന്നുള്ളവർ ചിന്തിക്കുന്നില്ല. AI എന്നൊക്കെ ചിന്തിച്ച് കഴിയുമ്പോഴത്തേക്കും അവർക്ക് AI ഇപ്പോൾ ഉള്ള വീഡിയോസ് മുഴുവൻ അവർ വിശ്വസിക്കും. അതാണ് വേറൊരു കോമഡി. അവരെ പറ്റിക്കാൻ എന്ത് എളുപ്പമാണെന്ന് അറിയാമോ? ഇപ്പൊ എനിക്ക് തന്നെ നല്ല പേടിയുണ്ട്. വീട്ടിൽ ഇപ്പൊ ആരെങ്കിലും വന്നിട്ട് എന്തൊരു AI വീഡിയോ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ പാവപ്പെട്ടവരയ്യോ എന്റെ മോളെ എന്തൊരു കഷ്ടം എന്തെങ്കിലും കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കൾ എടുത്ത് കൊടുത്തുപോകും. പ്രായമായ ആൾക്കാർ ഇതെല്ലാം പെട്ടെന്ന് വിശ്വസിക്കുന്നു. എന്തുകൊണ്ടും നമുക്ക് അറിയത്തില്ല. മാതാപിതാക്കൾ നാട്ടിലുള്ളവരുടെ ഒരേ ഒരു റിക്വസ്റ്റ് ആണ്, നിങ്ങളുടെ മക്കളോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെയുള്ള യുവജനങ്ങളുണ്ടല്ലോ അവരോടൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് ഇത് കറക്റ്റ് ആണോ വിലയിരുത്തിയിട്ട് മാത്രം പൈസ ട്രാൻസാക്ട് ചെയ്യുക. കാരണം ഒരുപാട് സ്കാം ഓടുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പ്രായമാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കോഗ്നിറ്റീവ് ഇമ്പയർമെന്റ്, അതായത് കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള അത് നമ്മുടെ ബ്രെയിനിലെ സെല്ലുകളെല്ലാം സ്വാഭാവികമായിട്ടുള്ള ഏജിങ് കൊണ്ട് ചത്തോണ്ടിരിക്കുകയാണ്. അത് ന്യൂറോൺസ് എല്ലാം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെതായ ഓർമ്മക്കുറവുകൾ ഉണ്ടാവും. കാര്യങ്ങളെ വസ്തുനിഷ്ഠമായിട്ട് മനസ്സിലാക്കാനുള്ള കഴിവ് കുറഞ്ഞു വരും. പ്രായമാകുന്നുള്ളത് സമ്മതിക്കുക. നിങ്ങളെ കളിയാക്കുന്നതായിട്ട് എനിക്ക് പ്രായമായി തുടങ്ങി 40 ആവുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് വി ആർ ഗെറ്റിംഗ് ഓൾഡ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ആൻഡ് വി ഹാവ് ടു പ്രിപ്പയർ. നിങ്ങൾ പ്രിപ്പയർ ആകാം. മെഡിക്കേഷൻസ് കഴിക്കേണ്ടി വരാം, നമുക്ക് ശാരീരികമായിട്ടുള്ള ആവശ്യതകൾ കാണാം, മാനസികമായിട്ട് പ്രശ്നങ്ങൾ കാണാം. ഇതൊക്കെ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാനല്ലേ, അന്ന് അംഗീകരിക്കാനുള്ള മനസ്സുണ്ടായാൽ മതി. പകുതി പ്രശ്നം ജീവിതത്തിനകത്ത് മാറും.